സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ കലിതുള്ളും കടലും ഇരുളറിയും കാടും വഴിയായി തീർന്നീ യാത്രയിൽ അനുരാഗം തോന്നിപ്പോയ അവരെന്റേതാകും പോലെ അപരാധം ഹലോ മാം ആൻഡ് സാർ, ഇന്നത്തെ ലൈവ് ക്ലാസ് നന്നായിരുന്നു. ഓരോ മിഷനിലും സാർ അപ്ഡേഷൻസ് വെക്കുന്നുണ്ട്. അതിൽ വളരെ വളരെ സന്തോഷം. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ മാറ്റിവെക്കുക, നമ്മൾ എന്ത് കാര്യവും മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ പാടില്ല. നമ്മളത് നല്ല രീതിയിൽ പോകുന്നതിന് നമ്മളത് സ്ലോ ഡൗൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ മാറ്റിവെക്കാൻ പാടില്ല എന്നതിൽ നിന്ന് മനസ്സിലായി. പിന്നെ സാറിൻ്റെ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് നല്ല ബോൾഡായി തീരും. അങ്ങനെ അതെനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഒരു കാര്യം ഞാൻ എന്താ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ സാറ് റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ചില മടി പിടിച്ച കാര്യങ്ങളുണ്ട്. അത് സാറ് പറയുന്ന പോലെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അത് ശരിയാക്കി കൊണ്ടുവരും. എസ്പെഷ്യലി രാവിലെ ഇരിക്കുന്ന കാര്യം, അതുപോലെ തന്നെ വേറെ കാര്യങ്ങളായാലും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ അത് ശരിയാക്കി കൊണ്ടുവരും. ഓക്കെ സാർ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു, അത് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഓരോ ലൈവ് ക്ലാസ്സും മിസ് ചെയ്യില്ല, എല്ലാ പ്രാവശ്യവും അറ്റൻഡ് ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു. നാം ഒന്നായി ചേരും നിമിഷത്തിനായി കൂടെ തന്നെ പോന്നീലയോ നറുമുല്ലപ്പൂവിൻ വിരിയിൽ ചെറുനാടം മൂടും ചിരിയിൽ ഈ ജന്മം തേടും സാഫല്യമായി ഈ ജന്മം തേടും സാഫല്യമായി. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അതുപോലെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്താ പറയുക, ഒത്തിരി സാറ് കഴിഞ്ഞ മാസം എന്നോട് ക്ലാസ് എന്ന് പറഞ്ഞില്ലേ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കണമെന്ന്. അന്ന് മുതൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒത്തിരി പുറകോട്ട് ഇങ്ങനെ ഓരോ സാർ പറഞ്ഞത് കറക്റ്റ് കാര്യം. ഇന്നത്തെ ക്ലാസ്സിനകത്ത് നെഗറ്റീവ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഡൗൺ ആയി പോകുന്നുണ്ട്. ഒത്തിരി ഡൗൺ ആവും. നമുക്ക് അതിന് മറിച്ചിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സ് ഒത്തിരി വേദനിക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ക്ലാസ് കഴിഞ്ഞ മാസത്തെ ക്ലാസ് മുതൽ എനിക്കിങ്ങോട്ട് ഞാനത് ശ്രദ്ധിക്കത്തേയില്ല. എന്ത് പറഞ്ഞാലും എൻ്റെ ശ്രദ്ധ മൊത്തം എൻ്റെ ബിസിനസ്സിലോട്ട് ഞാൻ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ ഇപ്പോൾ ഒരു കേക്ക് ശരിയായില്ലെങ്കിൽ അടുത്തത് ഞാൻ എന്താണ് അതിൻ്റെ കുറവും എന്താണ് വന്നത് അതൊക്കെ ഞാൻ മാറ്റി ചെയ്യാൻ നോക്കി. അങ്ങനെയൊക്കെ ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നു. അത് സാറിനും മാമിനും മാത്രമാണ് അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം. ഈ ക്ലാസ്സും അതുപോലെ തന്നെ മിഷനത്തിൽ ഞാൻ നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ആദ്യം ഒന്ന് കേട്ട് പിന്നെ കട്ടായിപ്പോയി. വീണ്ടും ഞാൻ ആ ക്ലാസ്സിനകത്ത് പരമാവധി ഞാൻ ശ്രമിച്ച് കയറി ഒത്തിരി ശ്രമിച്ചു. എന്നിട്ടാണ് എനിക്ക് കിട്ടിയത് രണ്ടാമത്തെ പ്രാവശ്യം. വിരലോടി തളരും യാമങ്ങളാ ഇവിടെല്ലാം എല്ലാം ശുഭമായി നിറസ്നേഹം വീണ്ടും സ്വരമായി മനസാനന്ദത്തിൻ ആകാശമായി ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ കലിതുള്ളും കടലും ഇരുളണയും കാടും